തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ച് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ഉൾപ്പെടെ 15 പേരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 48 പേരാണ് ഉണ്ടായിരുന്നത്. സുനിൽ ഐസക്കുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സുനിൽ, നേരത്തെയൊക്കെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യുവനിരയെ രംഗത്തിറക്കിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുക എന്നുള്ളത്. നിലവിൽ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ യുവത്വമാണോ? വർഷ, കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ പ്രഖ്യാപിച്ച് സാധാരണഗതിയിൽ വളരെ വൈകിയാണ് സാധാരണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ തന്നെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും തുടങ്ങി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 15 പേരുകൾ കൂടി സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിൽ 48 പേരുകൾ പ്രഖ്യാപിച്ചു. വീണ്ടും ഇപ്പോൾ 15 പേരുകൾ കൂടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി ഇനി 23 പേരുടെ പേരുകൾ കൂടി മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. ബാക്കിയുള്ള സീറ്റുകൾ 101 സീറ്റാണ്, വാർഡുകളാണ് ആകെയുള്ളത്. അതിൽ ബാക്കിയുള്ളത് ഘടകകക്ഷികൾക്കാണ്. ഘടകകക്ഷികളുമായി വാർഡുകളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അന്തിമ ധാരണയായിട്ടില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ളിടത്തും കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോ സീറ്റ് വിഭജനം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. ലീഗുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ലീഗിന് 5 സീറ്റ് വാർഡുകൾ നൽകാമെന്നാണ് നിലവിൽ കോൺഗ്രസ് പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ വാർഡുകൾ ലീഗ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന 15 ഇടത്തേക്കുള്ളത് ജി രവീന്ദ്രൻ നായർ, PR പ്രദീപ്, കെ ശൈലജ, വനജ രാജേന്ദ്ര ബാബു, വണ്ണാമുല രാജേഷ്, പി മോഹനൻ തമ്പി, നേമം ഷജീർ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. ജി പത്മകുമാർ, സുധി എസ്, ഹേമ CS, ഐ രഞ്ജിനി, രേഷ്മ US, എ ബിനുകുമാർ, KS ജയകുമാർ, PG പ്രവീണ സുനിൽ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്.